ഇന്നലെ കോഴിക്കോട് വരെ പോയിരുന്നു. അപ്പോൾ അവിടെ എന്തിനാണ് പോകുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു ഷൂട്ടുമായിട്ട് ഒരു ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ടായിരുന്നു പോയിരുന്നത്. ഒരു 3-4 ട്രെയിനർമാർ നടത്തുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ളവർക്കുള്ള ഒരു ട്രെയിൻ. അപ്പോൾ നമ്മളെ അവിടെ വിളിച്ചിരുന്നു. നമ്മളെന്തിനാണ് വിളിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ഷൂട്ടിനും ഫോട്ടോഷൂട്ടിനും. അപ്പോൾ അവിടെ പോയിട്ടുള്ള ഒരു ഹോട്ടലിലായിരുന്നു പരിപാടി. കോഴിക്കോട് പിന്നെ പാവമാണി റോഡ് എന്നുള്ള സ്ഥലത്തുള്ള ഒരു മൊട്ടാറ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ പറത്തിയിട്ടില്ല, ഞാനും എൻ്റെ പ്രിയ സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ അവിടെയുള്ള പല കാര്യങ്ങളും നമുക്ക് പിന്നെ അവസാനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും അവിടുത്തെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ഞാൻ അതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആ ഒരു വീഡിയോ അവസാനം അതേപോലെ തന്നെയായിരിക്കും, വേറെ മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ആ വീഡിയോ കണ്ടിട്ട് വരിക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അവിടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. അതിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഏതായാലും സമയം 9 മണിയാകുമ്പോഴത്തേന് അവിടെ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സമയം 7 ആയിട്ടുണ്ട്. ഇനി എന്നാലും നമ്മൾ ചെറുവാടി വഴി പിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോഴിക്കോട് എത്താവുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പോകുന്ന കാഴ്ചകളും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കോഴിക്കോട് എത്തി. 7:00 കോഴിക്കോട് നമ്മുടെ നാട്ടിൽ നിന്ന് കയറി. 9 മണിയായ ശേഷം 8:51 9 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒരു ചെറിയൊരു ട്രെയിനിങ്ങിൻ്റെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം. നമ്മുടെ തൊട്ട മുന്നിലാണ് ഒരു ഹോട്ടലിൽ കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും നോക്കാം. വാൻസിൻ്റെ ശബ്ദം കൊണ്ട് സൗണ്ടിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പോവാം. അപ്പോൾ ഈ ഹോട്ടലിലാണുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഇവിടുത്തെ പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് 9 മണിക്ക് എത്താനോ പറഞ്ഞു. പക്ഷേ ആരും എത്താത്തതുകൊണ്ട് 10 മണിക്കാന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഞാനും പോട്ടെ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് എന്തുണ്ടോ. ഫുൾ വലിയ ഹോട്ടലാണ്. ഞങ്ങൾ അതിനകത്ത് റൂമിൽ കയറി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആൾ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ വന്നിട്ടൊരു ആളെ കാണാൻ വന്നു. ഫുൾ AC അടിപൊളിയാണ്. അപ്പോൾ നമുക്കേതായാലും ഒരു ഫസ്റ്റ് അനുഭവമാണ്. അപ്പോൾ ഏതായാലും ബാക്കി വിശേഷമൊക്കെ നമ്മുടെ കൂടെ എൻ്റെ സുഹൃത്തുമുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരുമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഒരുപാട് കാര്യം ഞാനിതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് പറയാം. ബാക്കി ആധികാരികമായിട്ട് നമ്മുടെ മേളവും കൗൺസിലറൊക്കെ പറയും. ഓക്കെ, താങ്ക് യു. കൂടുതൽ ആളുകളും ട്രെയിനേഴ്സാണ്. എന്നേക്കാൾ ഒരുപാട് മേഖലകളിൽ എപ്പോഴും എനിക്കറിയാം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം പലപ്പോഴും ഞാൻ പറയാറ്, ഒരു ഭാര്യ ഭർത്താവിൻ്റെ പ്രശ്നം ഒരു കൗൺസിലറുടെ മുമ്പിൽ വന്നിട്ടും എന്നിട്ടും അതിനൊരു പരിഹാരമായി. So on his 7th birthday, his mom gifted him a canvas and a palette of colours. What's this for? It's to help you express your anger. Whatever you feel angry about, you can മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, 50% ഉള്ളിൽ കണക്ട് ചെയ്ത് 70% പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാവും
പുറത്തേക്ക് വരാം നമ്മുടെ ക്ലാസ് ഇങ്ങനെ ഒന്ന് സംസാരിച്ചു നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളോട് തമ്മിൽ. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയ ശേഷം സമയം 2:30 ഫുഡ് കഴിച്ചു, നിസ്കരിച്ചപ്പോൾ ഇവിടുത്തെ റൂമൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇവിടുത്തെ റൂമിനെ കുറിച്ച് ഭയങ്കര വൃത്തിയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇത്രയും വലിയൊരു ഹോട്ടലിൽ ഒരു പ്രയർ ഹാളും കൂടി വെക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹോട്ടൽ നല്ല ഉഷാറാണ്. കോഴിക്കോട് മൊഡോറ ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ നാട്ടിലേക്ക് വരുന്നവർക്കൊക്കെ ഇവിടെ എടുക്കാവുന്നതാണ്, റൂം എടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. 5 മണിക്കാണ് പരിപാടി തീരുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട്, അവനവിടെ ഉണ്ട്. അപ്പോൾ അവനാണ് അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ട് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ നിന്ന് തന്നെ പുറത്തേക്കൊരു നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത്. ഇവർ ഹോട്ടലിലേക്ക് വരുന്നവർക്കൊക്കെ ഒരു നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഭവമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതും ഇതുപോലുള്ള ഹോട്ടലിലേക്ക് കയറുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സന്തോഷം മനസ്സിൽ ഇല്ലാതില്ല എന്ന് തന്നെ പറയാം. ഇതുണ്ടോ, ഇത് കോഴിക്കോട് പിന്നെ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ്. എന്തോ സ്ഥലപ്പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സ്റ്റേഡിയം എന്നാണ് ഇവിടെ പറയൽ. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടാണ് മൊഡോറ ഹോട്ടൽ എന്നാണ് ഇത് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ്. 5 ഫ്ലോറിലുള്ള ഒരു ഹോട്ടൽ തന്നെയാണിത്. 5 ഫ്ലോറിൽ 4ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ലിഫ്റ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഓരോ ഫ്ലോറും പെട്ടെന്ന് എത്താം. ഇതുണ്ടോ, ഒരു ഫ്ലോർ ഇവിടെ ആണെങ്കിൽ അടുത്ത ഫ്ലോറത്തെ ഇവിടെ. ഇതാണ് ഇവിടുത്തെ ഒരു അട്രാക്റ്റീവ്. സാധാരണഗതിയിൽ നല്ല സ്റ്റെപ്പ് ഉണ്ടാവാറുണ്ട്, ലിഫ്റ്റ് ഉണ്ട് എങ്കിലും ഓരോ ഫ്ലോറിൻ്റെ അടുത്ത് ഇതുണ്ടോ ഇതുപോലെ ഇരിക്കുന്ന ഒരു ഇരിപ്പിടയുണ്ട്. ഇവിടെ ലിഫ്റ്റ്. അപ്പോൾ ഏതായാലും സമയം നമുക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. 3 മണിയായിട്ടോ, 3 മണിയായി. ഏതായാലും പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ടും എൻ്റെ ഒപ്പം വന്ന് അവൻ്റെ വണ്ടി അവിടെ വർക്ക് ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്താണ്. അപ്പോൾ അതിന് കിട്ടും. അപ്പോൾ അവൻ അതിൻ്റെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റൊരു വീഡിയോ ചെറിയൊരു ഷൂട്ടിംഗ് ഉണ്ട് നമുക്ക് ഇവിടെ. ഓക്കെ, പറ്റുകയാണെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ പിറ്റേന്ന് എടുക്കാം. ഭയങ്കര ഡള്ളായിരിക്കുന്നു. വീഡിയോസ് എടുക്കാനൊക്കെ പ്രത്യേക ഒരു മൂഡ് തന്നെ വേണം.